എൻഗേജ്മെന്റ് എന്ന പേരിൽ ഇസ്ലാമിൽ കല്യാണം ഉണ്ടോ? അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈൽ വെക്കാൻ പറ്റുമോ, ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ നമ്മൾ അബുദാബിയിലെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാരൊന്നും പിന്നെ അത് ചോദിക്കാൻ പറ്റൂല. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി അഖദ് നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നിക്കാഹ് എന്ന് പെണ്ണിന്റെ രക്ഷിതാവ്, പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ രക്ഷിതാവ് അത് ചെയ്തു തരാത്ത കാലത്തോളം ആ പെണ്ണിനെ വരനായിട്ടില്ലല്ലോ, പ്രതിശ്രുത വരന് കാണലോ സംസാരിക്കലോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല. ഫോട്ടോ എടുക്കാൻ നിൽക്കും വേണ്ട, നിങ്ങൾ അവർക്ക് ചാറ്റിങ്ങോ ഒന്നും നടത്തണ്ട, അതിനൊന്നും സമയമായിട്ടില്ല. കാരണം അഖദ് ആയിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം, അവർക്ക് പിന്മാറാം. നിക്കാഹായി കഴിഞ്ഞാലേ പിന്നെ അത് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് സംസാരിക്കുക, നിങ്ങൾക്ക് അവരുടെ വർത്താനം പറയാം, നിങ്ങൾ കിടക്ക് ടൂറ് പോവുക, എന്താ ചെയ്തോ. പക്ഷെ നിക്കാഹിന്റെ മുമ്പ് ഇതൊന്നും പറ്റൂല. അതെന്ത് ചെയ്യണം? വീട്ടുകാരും മനസ്സിലാക്കണം, പുതിയാപ്പിളയും പെണ്ണും മനസ്സിലാക്കണം. നാട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിശ്ചയിച്ചിട്ടിട്ട് നിക്കാഹ് നടക്കാതെ ഒരു വർഷം നിന്നിട്ട് ആ ഒരു വർഷത്തിനിടക്ക് അവർ സംസാരിച്ചില്ല. ആ ചെറുപ്പക്കാരൻ നല്ലൊരു ദീനിയായ ചെറുപ്പക്കാരനാ. അപ്പൊ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും അവർ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ പെണ്ണ് ഇയാളോട് പറയാണ് പോലെ, സാധാരണ ഭർത്താക്കന്മാരൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്നോട് ഒരു ഫോൺ വിളി പോലും ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അരിശം തീർക്കലാണ് അവളെ ലക്ഷ്യം. പറഞ്ഞു, പെൺകുട്ടി അത് പറ്റാത്തത് കൊണ്ടാണ്. എന്നാലും കൂടെ അന്ന് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എന്ന് അന്ന് പറയാമായിരുന്നു. എന്നാൽ പിന്നെ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് പിരിയേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അത് ഒരു എക്സ്ക്യൂസേ പറയാൻ പാടില്ല. അങ്ങനെ അതൊക്കെ വിവാഹം നിശ്ചയിച്ച് നിക്കാഹ് നടക്കുന്ന സമയത്ത്, നിക്കാഹിന്റെ സമയമാകുമ്പോഴേക്കും അതൊക്കെ അവരുടെ വീട്ടുകാരിൽ നിന്ന് നിങ്ങളുടെ പെങ്ങന്മാരോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഇളാമയോ നിങ്ങളുടെ ബന്ധുക്കളോ ചെന്ന് ആ വിഷയം അന്വേഷിച്ച് പഠിക്കുക. അത്രേ പറ്റുള്ളൂ. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു റഹ്മത്തും കാരുണ്യവും വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അത് വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. കാരണം സാധാരണഗതിയിൽ കൂടെ നടന്നാലേ സ്നേഹം ഉണ്ടാവുന്ന തോന്നുക. അങ്ങനെ കൂടെ നടക്കാതെ തന്നെ ഇസ്ലാമിന്റെ അറേഞ്ച് മാരേജ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ അല്ലാഹു സ്നേഹത്തെ തരുന്നുണ്ട്. അത് അല്ലാഹു ചെയ്ത വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ വലിയൊരു അടയാളമാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? കൂടെ നടന്ന് കൂടെ കടന്ന് പാശ്ചാത്യന്റെ ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുക. അല്ലല്ല, അതൊന്നും ഇല്ലാതെ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആ അനുവദിക്കപ്പെട്ട രീതിയിൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ ഇവിടെയാണോ ഇനി നാട്ടിലാണോ എവിടെ വേദന പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. വിവാഹത്തിന് ഖുത്ബത്ത് ചെയ്യുമ്പോൾ, പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ, നമ്മൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ആരെയാ കാണേണ്ടത്? നിങ്ങൾക്ക് ഏകദേശം വിവാഹം ഉറക്കും എന്ന് തോന്നുള്ള ഒരു പെണ്ണിനെ ചെന്ന് കാണാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ആ കാഴ്ച തന്നെ എങ്ങനെയാണ്? പെണ്ണിന്റെ മുൻകൈയും അവളുടെ മുഖവും. ഇതേ നിങ്ങൾക്ക് നോക്കൽ സുന്നത്തുള്ളത്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആ പെണ്ണിനെ കണ്ടോ? ഇല്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് ആ പെണ്ണിനെ കണ്ടേക്കണം. ഫഇന്നഹു അജ്ദറു അൻ യുഅദമ ബൈനകുമാ, നിങ്ങൾക്കിടയിൽ സ്നേഹം നിലനിൽക്കാൻ അത് ആവശ്യമാണ്. ഈ പെണ്ണിന്റെ കോലെന്താ എന്തൊന്നും അറിയാതെ കല്യാണം കഴിച്ചു പോണ്ട, നീ കണ്ടോ? അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്ന് ആ പെണ്ണുങ്ങ താഴത്തു കൂടെ പോകുമ്പോൾ നോക്കി കണ്ടു. അങ്ങനെ ഒരു കാഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം റോഡിൽ ഇരിക്കുന്ന ഒരാൾ കണ്ടു, ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു, ഇവൾ അറിയാതെ ആ പെണ്ണിനെ നോക്കി മനസ്സിലാക്കി. കുഴപ്പമില്ല, ജാബിർ റളിയല്ലാഹു അൻഹു കാഴ്ച കണ്ടത് മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണെന്ന അടിയിലൂടെ പോയപ്പോൾ കണ്ടു. ആ നബി എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച മഹാനാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സംസാരിക്കാൻ പാടില്ല. നമ്മളെന്താ പറയാ, സിനിമ സ്റ്റൈലിൽ എന്നാ പിന്നെ അവര് സംസാരിച്ചോട്ടെ, എല്ലാവരും കൊണ്ട് പോരുന്നു. പച്ച ഹറാമാണത്. ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെ ഇല്ലാതെ ഈ കാണാൻ വന്ന ചെറുക്കൻ അവളെ കാണാൻ പാടില്ല എന്നാ. ഇവളെ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം മക്കളുടെ കല്യാണം നടക്കാൻ പോകണമെങ്കിൽ പെണ്ണ് മനസ്സിലാക്കണം, ഇയാൾ ഊമയാണോ എന്ന് പെണ്ണ് സംശയിക്കേണ്ട. അതൊക്കെ എന്റെ ആങ്ങളെ മനസ്സിലായിക്കോളൂ, വാപ്പ മനസ്സിലായിക്കോളൂ, ഉണ്ടാൻ കഴിയോ ഇല്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട. നിന്റെ പേരെത്ര, നാടെത്ര, ഊരേതാ, എത്ര പേരെ പഠിച്ചിട്ടുണ്ട്, ഇതൊന്നും നീ ചോദിക്കേണ്ട സമയമായിട്ടില്ല. കാണലേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മുൻകൈയും മുഖവും. അപ്പോൾക്ക് മുടിണ്ടോ?
അതൊക്കെ എന്റെ പെങ്ങന്മാര് പോയി കണ്ടോളൂ, ഉമ്മയൊക്കെ പോയി കണ്ടോളൂ. മുഖവും മുൻകൈയും കണ്ട ഒരാൾക്കൊരു പെണ്ണിന്റെ ശാരീരിക സൗന്ദര്യം മനസ്സിലാവുന്ന, മുഖം കണ്ടാൽ അവളുടെ സൗന്ദര്യം മനസ്സിലായി, അവളുടെ കൈ അതിന്റെ ലൊഹറും ബത്തുനും കാണാം, അകവും പുറവും. പെണ്ണ് നിന്ന് വർത്താനം നിൽക്കുന്ന സമയം, കാണാൻ നിൽക്കുന്ന സമയമാണ്. അവൾ എന്ത് ചെയ്യാ, വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോട്ടെ അവൾക്ക് പറ്റുമെങ്കിൽ. കൈ കണ്ടാൽ അവരുടെ ശരീരത്തിന്റെ മിനുമിനുപ്പ് മനസ്സിലാവുന്നു. ഇത് രണ്ടും കണ്ടാലും തിരിയാത്തവൻ കല്യാണം കഴിക്കും വേണ്ട. ഇത്രേ പാടുള്ളൂ എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പുതിയാപ്പിള മനസ്സിലാക്കണം. ആ പെരക്കാര് വല്ലാത്തൊരു ഭീകര ജീവികളാ, ഒന്ന് മിണ്ടാൻ പോലും അനുവദിച്ചില്ല. അതൊന്നും പറയണ്ട, അള്ളാഹു ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് അങ്ങനെ അത് പെണ്ണ് മനസ്സിലാക്കുക, വീട്ടുകാരും അറിയാം, ചെറുക്കന്റെ വീട്ടുകാരും എല്ലാവരും. നിശ്ചയിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണും കൊടുത്തു പോകണ്ട. നിക്കാഹ് ചെയ്താൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് കൊണ്ടുപോകുക, എന്താ ചെയ്തോ കുഴപ്പമില്ല. നിക്കാഹ് വരെ കാത്തിരിക്കണം. അതിനൊന്നും ക്ഷമല്ലാത്തൊരു നിക്കാഹ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. അപ്പോ നിശ്ചയം എന്ന് പറഞ്ഞൊരു സംഗതി എന്തില്ല, നമുക്ക് സംസാരിക്കാനോ കാണാനോ ഒന്നും അനുവദിക്കപ്പെടുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾക്ക് വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണിനോട് ഇത്രയേ പറ്റൂ എങ്കിൽ അന്യ പെണ്ണുങ്ങളോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ എത്ര ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ശറഈ പറഞ്ഞിരുന്നത് കേട്ടോ.